നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടികളെല്ലാം തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ മുഴുകിയിരിക്കുകയാണ്. ഊർജിതമായ ചർച്ചകളാണ് പാർട്ടികളിലെല്ലാം തന്നെ നടക്കുന്നത്. മാർച്ച് മാസം ഇന്ന് 7-ാം തീയതിയാണ്. വരുന്ന ഒരാഴ്ചക്കകത്ത് തന്നെ എല്ലാ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും എല്ലാ പാർട്ടികളും വരുന്ന ഒരാഴ്ചക്കകത്ത് തന്നെ പുറത്തുവിടുമെന്നാണ് ലഭിക്കുന്ന വിവരം. CPM-ൽ ഊർജിതമായി തന്നെ ഈ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് നിലവിലെ അവരുടെ സിറ്റിംഗ് MLA-മാരിൽ ആകെ 64 സിറ്റിംഗ് MLA-മാരാണ് CPM-നുള്ളത്. അതിൽ ഏതാണ്ട് 55 സിറ്റിംഗ് MLA-മാർക്കും ഇത്തവണ സീറ്റ് നൽകാം എന്നതാണ് CPM-ന്റെ സംസ്ഥാന തലത്തിലുണ്ടായിരിക്കുന്ന ഒരു ധാരണ. പലരെയും മാറ്റിക്കഴിഞ്ഞാൽ ആ സീറ്റുകളിൽ വിജയസാധ്യതയില്ല, അല്ലെങ്കിൽ തോൽക്കും, ഭരണം നഷ്ടപ്പെടും എന്നൊരു പേടി, അങ്കലാപ്പ് പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിബന്ധനകൾ, ടേം വ്യവസ്ഥയൊന്നും തന്നെ കാര്യമാക്കാതെ എല്ലാവർക്കും, നിലവിലുള്ള സിറ്റിംഗ് MLA-മാരിൽ 55 പേർക്കും വീണ്ടും അവസരം കൊടുക്കുക എന്നൊരു തീരുമാനമാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം, പൊട്ടിത്തെറി ഒക്കെ തന്നെ, ഒരു ഏറ്റുമുട്ടലും ഒക്കെ തന്നെ ഉണ്ടായി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ജില്ലയിൽ ആകെ 14 സീറ്റുകളാണുള്ളത്. അതിൽ 13 സീറ്റുകളും LDF-നാണ്. അതിൽ തന്നെ 10ഉം CPM-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ആ 10 സീറ്റുകളിൽ 10 പേരെയും, സിറ്റിംഗ് MLA-മാരിൽ 10 പേരെയും വീണ്ടും മത്സരത്തിനിറക്കാനാണ് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. പ്രധാനമായിട്ടും ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരി, അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ വിഷയത്തിൽ ഉയർത്തി. അതായത് അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് ജില്ലയുടെ സെക്രട്ടറിയായിട്ടുള്ള V ജോയ്, അദ്ദേഹം വർക്കലയിൽ നിന്നുള്ള MLA ആണ്. തുടർച്ചയായിട്ട് 2 തവണ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. വീണ്ടും 3ാമത്തെ തെരഞ്ഞെടുപ്പിനായിട്ട് അദ്ദേഹം ഒരുങ്ങുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയുടെ പദവിയും വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ അദ്ദേഹം മാത്രമേ ഇവിടെ ഉള്ളോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച MLA ഇരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് മത്സരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടെ ഉള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ V ജോയ് മത്സരിക്കുന്നു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള പദവിയെ അലങ്കരിക്കുന്നു. അതിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു വന്നു. എന്തുകൊണ്ട് പകരം ഒരു സെക്രട്ടറിയെ വെച്ചുകൂടാ? കഴിഞ്ഞ തവണ ഈ പറയുന്ന പോലെ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും ഒരു താൽക്കാലിക ജില്ലാ സെക്രട്ടറിയാണ് അവിടെ നിയോഗിച്ചത്. അതിന് പകരം അങ്ങനെ മത്സരിക്കാനായിട്ട് V ജോയ് പോകുമ്പോൾ എന്തുകൊണ്ടൊരു സ്ഥിരമായിട്ടുള്ള ഒരു സെക്രട്ടറിയെ വെച്ചുകൂടാ? ഇപ്പോൾ വീണ്ടും V ജോയ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് കച്ചം മുറുക്കുമ്പോൾ അവിടെ A റഹീമിനെ താൽക്കാലിക ജില്ലാ സെക്രട്ടറിയുടെ പദവിയിലേക്ക് ഇരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു. എന്തുകൊണ്ട് ഈ റഹീമിനെ ഒരു സ്ഥിരം സെക്രട്ടറി ആയിട്ടുള്ള ചുമതല കൊടുത്തുകൂടാ? V ജോയ്ക്ക് മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റിക്കൂടാ? പൂർണ്ണമായും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിക്കൊണ്ട് പുതിയ ഒരാളെ കൊണ്ടുവന്നുകൂടാ? ഒപ്പം തന്നെ എന്തിന് ഈ 2 ടേം വ്യവസ്ഥകൾ കഴിഞ്ഞിട്ട് പോലും പലരെയും അവിടെ വീണ്ടും മത്സരത്തിനായിട്ട് ഇറക്കുകയാണ്? ഈ പറയുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രനുണ്ട്, കഴക്കൂട്ടത്തിൽ നിന്നും V ജോയ്, വർക്കലയിൽ നിന്നുമുണ്ട്, കാട്ടാക്കടയിൽ നിന്നും IB സതീഷ് ഉണ്ട്, നെയ്യാറ്റിൻകരയിൽ നിന്നും K ആൻസലിനുണ്ട്, വാമനപുരത്ത് നിന്നും DK മുരളിയുണ്ട്, അത്തരത്തിൽ പാറശാലയിൽ നിന്ന് ഉള്ള MLA CK ഹരീന്ദ്രനുണ്ട്. അത്തരത്തിൽ എല്ലാവരും 2 ടേം വ്യവസ്ഥ കഴിഞ്ഞവരാണ്. അവരെ വീണ്ടും എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ള ഒരു വിമർശനം, ചോദ്യമാണ് അവിടെ ഉയർന്നു വന്നത്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നില്ല എന്ന വിമർശനം ഉയർന്നു വന്നപ്പോൾ അതിന് MV ഗോവിന്ദൻ നൽകിയ മറുപടി വളരെ രസകരമായിരുന്നു. അതായത് ജില്ലാ തലത്തിൽ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നേതൃദാരിദ്ര്യമാണ് പാർട്ടി നേരിടുന്നത്. വലിയ രീതിയിലൊരു നേതൃദാരിദ്ര്യം പാർട്ടിക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന 10 സിറ്റിംഗ് MLA-മാരെയും വീണ്ടും മത്സരിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി വലിയ രീതിയിൽ നേതൃദാരിദ്ര്യം അനുഭവപ്പെടുന്നു. ഒരു 2ാം നിര 3ാം നിര നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ തന്നെ സ്വയം സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഈ 10 MLA-മാർക്കും 2 ടേം വ്യവസ്ഥ ഉൾപ്പെടെ പിന്നിട്ടവരാണ് പലരും. അവരെ വീണ്ടും മത്സരത്തിനായിട്ട് രംഗത്തിറക്കുന്നു. ഒപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് പുതിയൊരാളെ കൊണ്ടുവരാൻ, പൂർണ്ണമായ ഒരു സെക്രട്ടറി എന്നുള്ളതിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതൊക്കെ എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുമ്പോൾ സംസ്ഥാന സെക്രട്ടറിക്കുള്ള മറുപടി എന്ന് പറയുന്നത് ജില്ലയിൽ നേതൃദാരിദ്ര്യമാണ്, കഴിവുള്ള നേതാക്കളില്ല, അവരെ പുതിയ നേതാക്കളെ രംഗത്തിറക്കി പരീക്ഷിച്ചാൽ അത് വിജയിക്കുമെന്ന് ഉറപ്പില്ല.
പലരും പല മണ്ഡലങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികളെ ഇറക്കുകയാണെങ്കിൽ ആ മണ്ഡലങ്ങൾ പലതും കൈവിടും എന്ന ആശങ്കയാണ് സംസ്ഥാന സെക്രട്ടറി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കുവച്ചത് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതെന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരുടെ കുറ്റമാണ് അതെന്ന ചോദ്യമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നത്. വളർന്നു വരുന്ന നേതാക്കളെ ഒന്നും തന്നെ പാർട്ടി പരിഗണിക്കുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള MLA-മാരെ അല്ലെങ്കിൽ നേതാക്കളെ ഒക്കെ തന്നെ വെച്ചുകൊണ്ട് അവരിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഒരു രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ ഒക്കെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പാർട്ടി മുൻകൈ എടുക്കുന്നില്ല. അത്തരത്തിലുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല. ഇപ്പോഴുള്ള ഒരു കൂട്ടം ആളുകൾ പാർട്ടിയെ സംസ്ഥാന തലങ്ങളിലും ജില്ലാ തലങ്ങളിലും ഒക്കെ തന്നെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ജില്ലാ തലത്തിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നത്. അത് സംസ്ഥാന സെക്രട്ടറി തന്നെ സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ജില്ലയിലെ കാര്യമാണ് പറഞ്ഞത്. എങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല ഗോവിന്ദൻ മാഷ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. കാരണം മറ്റുള്ള ജില്ലകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടങ്ങളിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. ഇപ്പോൾ പാർട്ടിക്ക് CPM-ന് അല്ലെങ്കിൽ LDF-ന് വളരെ മുൻതൂക്കമുള്ളവര് മേധാവിത്വം പുലർത്തുന്ന തൃശ്ശൂർ പോലെയുള്ള അല്ലെങ്കിൽ പാലക്കാട് പോലെ കോഴിക്കോട് പോലെ അവരുടെ കോട്ട കൊത്തളമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന കണ്ണൂർ ജില്ലകളിലും ഒക്കെ തന്നെ ഈ പറയുന്നത് പോലെ നിലവിലെ MLA-മാരെ തന്നെയാണ് വീണ്ടും മത്സരിപ്പിക്കുന്നത്. അവിടെയൊക്കെ തന്നെ സമാനമായ സാഹചര്യമാണ് എന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് സമ്മതിക്കേണ്ടി വരില്ല. തിരുവനന്തപുരത്ത് മാത്രം അത്തരത്തിൽ നേതൃദാരിദ്ര്യം കൊണ്ട് വീണ്ടും മത്സരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഒരുപക്ഷെ പാർട്ടി നേതാക്കൾക്കോ അണികൾക്കോ കഴിഞ്ഞെന്ന് വരില്ല. തൃശ്ശൂരിലും സമാനമായ രീതിയിൽ ഏതാണ്ട് 6 സിറ്റിംഗ് MLA-മാർക്കാണ് വീണ്ടും സീറ്റ് കൊടുക്കുന്നത്. അവരും ഈ പറയുന്നതുപോലെ 2 ടൈം വ്യവസ്ഥകൾ പിന്നിട്ടവരാണ്. AC മൊയ്തീനെ പോലെയുള്ള നേതാക്കളെല്ലാം തന്നെയുണ്ട്. അവിടെ മണലൂരിൽ മാത്രമാണ് സിറ്റിംഗ് MLA മാറ്റുന്നത്, മുരളി പെരുന്നെല്ലിയെ മാറ്റുന്നു. പക്ഷേ അവിടേക്ക് വരുന്നത് പുതിയ ഒരാളല്ല. മുൻപ് 2 തവണ മത്സരിച്ച് കഴിഞ്ഞ തവണ 2 ടൈം വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാറി നിന്ന മുൻ MLA-യും മുൻ മന്ത്രിയുമായിട്ടുള്ള C. രവീന്ദ്രനാഥാണ് മണലൂരിലേക്ക് വരുന്നത്. ഗുരുവായൂരിൽ NK അക്ബർ തന്നെ വീണ്ടും മത്സരിക്കുന്നു. അത്തരത്തിൽ പാർട്ടിക്ക് ഇത്തവണ പുതിയ ആളുകളെ പരീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എല്ലാ ജില്ലകളിലും നിലനിൽക്കുന്നത്. പാലക്കാട് സമാനമായ അവസ്ഥ തന്നെയാണുള്ളത്. കോഴിക്കോടും ഈ പറയുന്ന പോലെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും LDF-ന്റെ കൺവീനറായിട്ടുള്ള DP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കള് എല്ലാവരും വീണ്ടും ഈ 2 ടൈം വ്യവസ്ഥ കഴിഞ്ഞിട്ട് മത്സരിക്കുകയാണ്. കണ്ണൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. കണ്ണൂരിൽ മാറ്റമുണ്ടാകുന്ന ഒരേ ഒരു മണ്ഡലം എന്ന് പറയുന്നത് തലശ്ശേരിയാണ്. അവിടെ നിന്നും AN ഷംസീർ നിലവിലെ സ്പീക്കറായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെയാണ് 2 ടൈം വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാറ്റുന്നത്. അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നുണ്ട്. അത് DYF-യുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ്. പക്ഷേ മറ്റെല്ലായിടങ്ങളിലും മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ MP ഗോവിന്ദൻ മാറി പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നത്. പക്ഷേ പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയാണ് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. മറ്റുള്ളിടങ്ങളിലൊക്കെ തന്നെ നിലവിൽ ഉള്ളവർ തന്നെ മത്സരിക്കുന്നു. മട്ടന്നൂരിൽ KK ശൈലജയെ മാറ്റി പേരാവൂരിലേക്ക് വിടുകയാണ്. KK ശൈലജയും ഇതിനോടകം തന്നെ 5 തവണ മത്സരിക്കുകയും 4 തവണ വിജയിക്കുകയും ചെയ്തതാണ്. തുടർച്ചയായിട്ട് 2-3 തവണ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് KK ശൈലജ. അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്ക് പുതിയ ഒരു നിരയെ രംഗത്തേക്കിറക്കാൻ ഇല്ലാത്ത വിധം CPM അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞ ആളുകളെക്കാട്ടിലും ഒക്കെ തന്നെ മറ്റൊരു വ്യക്തി കൂടി ഉണ്ട്. ഈ പറയുന്ന ഈ നിബന്ധനകളൊന്നും തന്നെ ബാധകമല്ലാത്ത ഒരു വ്യക്തി. അത് CPM-നെ നയിക്കുന്ന നേതാവ് തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ തുടർച്ചയായിട്ടുള്ള 3-ാം തവണയും മത്സരിക്കാൻ പോവുകയാണ്. അതിനകത്ത് ആർക്കും പരിഭവമോ എതിർപ്പുകളോ ഒന്നും തന്നെയില്ല. ടൈം വ്യവസ്ഥകളൊന്നും തന്നെ അവിടെ ബാധകമല്ല. അദ്ദേഹം പ്രായപരിധി കഴിഞ്ഞിട്ടും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും എല്ലാം തന്നെ തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പറഞ്ഞ ഈ നേതൃദാരിദ്ര്യം അത് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടിക്ക് നേതൃദാരിദ്ര്യമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പകരമായിട്ട് ആരെയാണ് പാർട്ടിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? 2016-ലും 2021-ലും ഇപ്പോൾ 2026-ലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പാർട്ടി ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അവിടെ പിണറായി വിജയന് പകരക്കാരനെ തീരുമാനിക്കാനോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനോ പാർട്ടിക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മറ്റ് ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ്, അതോ പിണറായി വിജയനെ മാറ്റി മറ്റൊരു ആളെ പ്രഖ്യാപിച്ചാൽ അത് ശരിയാകില്ല, അത് പിണറായി വിജയൻ ഇഷ്ടപ്പെടില്ല എന്നതുകൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും ഈ പറയുന്ന
തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന അത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. CPM-നെ സംബന്ധിച്ച് ഈ നേതൃദാരിദ്ര്യം സംസ്ഥാന തലത്തിൽ എല്ലാ ജില്ലകളിലുമുണ്ട്. സംസ്ഥാന തലത്തിലെ നേതൃത്വത്തിലേക്ക് വന്നാലും സമാനമായ ഒരു ബുദ്ധിമുട്ട് പാർട്ടിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു രണ്ടാം നിര മൂന്നാം നിര ടീമിനെ വളർത്തിക്കൊണ്ടുവരാൻ, യുവാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം അത് മുൻകാലങ്ങളിൽ തന്നെ പാർട്ടിക്കുള്ളിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അത് തുറന്ന് സമ്മതിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത്. ഒപ്പം തന്നെ നേതൃദാരിദ്ര്യമാണ് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം വി ഗോവിന്ദൻ പറയുമ്പോൾ അത് മറ്റു ചിലരെ കൂടി ലക്ഷ്യമിടുന്നുണ്ട്. പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലെയുള്ള ആളുകളെ കൂടി ലക്ഷ്യമിടുന്നുണ്ടോ? കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് 96-ൽ അദ്ദേഹം 98-ൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയതു മുതൽ പിന്നീട് ഇങ്ങോട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത്രയും കാലം അദ്ദേഹം പാർട്ടിയുടെ കടിഞ്ഞാൺ 27 വർഷമായിരിക്കുകയാണ്. പാർട്ടിയുടെ കടിഞ്ഞാൺ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. അതിനൊരു മാറ്റം വരുന്നില്ല. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന 16 വർഷവും അതിനുശേഷം മുഖ്യമന്ത്രിയായിരിക്കുന്ന 10 വർഷവും എല്ലാം തന്നെ അദ്ദേഹം പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന നേതൃദാരിദ്ര്യം എന്ന എം വി ഗോവിന്ദന്റെ ആ പ്രസ്താവന ചെന്ന് പതിക്കുന്നത് സംസ്ഥാന തലത്തിലെ മുതിർന്ന നേതാക്കളിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അത് പുരോഗമിക്കുമ്പോൾ അത് വലിയ രീതിയിൽ CPM-നുള്ളിൽ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. പല ജില്ലകളിലും സമാനമായ ഒരു പ്രശ്നമാണ് നേതൃത്വം അഭിമുഖീകരിക്കുന്നത്. അവർ ജില്ലാ തലങ്ങളിൽ ഉയരുന്ന ചോദ്യം അല്ലെങ്കിൽ താഴെത്തട്ടിൽ ഉയരുന്ന ചോദ്യം വീണ്ടും എന്തുകൊണ്ട് ഇവരെ തന്നെ മത്സരിപ്പിക്കുന്നു, എന്തുകൊണ്ട് സിറ്റിംഗ് MLA വരെ മാറ്റി പരീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ മാറ്റുന്നില്ല, പുതുമുഖങ്ങൾക്ക് പുതിയ ആളുകൾക്ക് എന്തുകൊണ്ട് അവസരം കൊടുക്കുന്നില്ല എന്ന ചോദ്യം പലയിടത്തും വരുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അത് വരും ദിനങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.